അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കെന്നും ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു സന്തോഷമുള്ള ദിനത്തിൽ പോലും നമ്മളേറെ ദുഃഖത്തിലാണ്. ഒരുപാട് മരണവാർത്തകളാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഈ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തോന്നി. നിങ്ങളെല്ലാവരുടെയും ദുആ ഇവർക്കും ഇവരുടെ കുടുംബത്തിനും തീർച്ചയായും ലഭിക്കണം. ബിലാൽ ഇന്നലെയാണ് മരണപ്പെട്ടത്. 16 വയസ്സേ അവനുള്ളൂ. അവൻ്റെ ജന്മദിനത്തിൽ തന്നെ അവൻ്റെ വേർപാടും സംഭവിച്ചു. അതാണ് ഏറെ സങ്കടമായി പോയത്. ബൈക്ക് ആക്സിഡൻറ്റിൽ പരിക്കേറ്റാണ് അവൻ മരണപ്പെട്ടത്. അവനും കൂട്ടുകാരും സഞ്ചരിച്ച സ്കൂട്ടറിൻ്റെ പിറകിലെ ടയറ് പൊട്ടി സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വീഴുകയും പൊന്നുമോൻ തലയിടിച്ച് നിലത്ത് വീഴുകയും ചെയ്തു. അതാണ് മരണകാരണം. അവൻ ഹെൽമറ്റ് ധരിച്ചില്ലായിരുന്നു. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ രക്ഷപ്പെട്ടേനെ. റബ്ബിൻ്റെ വിധി എന്താണെന്ന് നമുക്കറിയില്ല. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു കുടുംബത്തിൻ്റെ കളിയും ചിരിയും ഒരൊറ്റ ദിവസം കൊണ്ടാണ് കണ്ണീരിലായത്. ഒരേ ഒരു നിമിഷം കൊണ്ട് ആ കുടുംബത്തിലെ അവസ്ഥകളെ മാറി. എനിക്ക് ബിലാലിനെ അറിയില്ല. ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇതുപോലുള്ള മരണത്തിലൂടെ പടച്ചറബ് നമുക്ക് ഓരോ മുൻകരുതലുകൾ തരികയാണ്. പക്ഷേ എന്നിട്ടും നമ്മളൊന്നും പഠിക്കുന്നില്ല. നമ്മളൊക്കെ പറയാറുണ്ട് ചെറിയ മക്കളോട്, മോനെ പതുക്കെ പോ. 18 വയസ്സ് തികഞ്ഞിട്ടും ഉണ്ടാവില്ല, ലൈസൻസും ഉണ്ടാവില്ല. മക്കൾ വണ്ടിയുമായി പറക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ മക്കളോട് ഉപദേശിക്കാറുണ്ട്, പ്രിയപ്പെട്ടവരെ, ആരും 18 വയസ്സ് തികയാതെ മക്കൾക്കാരും വണ്ടി കൊടുക്കരുത്. മാതാപിതാക്കൾ ഇതറിയണം. 18 വയസ്സിന് താഴെയുള്ള മക്കൾ വണ്ടി ഓടിച്ച് വല്ല അബദ്ധവും പറ്റിക്കഴിഞ്ഞാൽ മാതാപിതാക്കളാണ് കുടുങ്ങുക. അത് നമ്മൾ ഓർത്തു വെച്ചോ. അവരെന്തെങ്കിലും കുരുത്തക്കേട് വണ്ടിയിൽ നിന്നും ഒപ്പിച്ചാൽ അതിൽ കുടുങ്ങുക നമ്മളായിരിക്കും. മക്കൾ വണ്ടിയെടുത്ത് പോകുമ്പോൾ വല്ലാത്തൊരു ധൃതിയാണ്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഒരു കുടുംബം കണ്ണീരിലായി എന്ന് തന്നെ വേണം പറയാൻ. മുഹമ്മദ് ബിലാൽ കാപ്പാട് ഇലാഹിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. പയ്യോളിലാണത്ര ബിലാലിൻ്റെ വീട്. എത്ര പെട്ടെന്നാണ് എല്ലാം തീർന്നത്. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തെക്കുറിച്ച്. എന്നും ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ അതിലൂടെ കടന്നു വരികയുള്ളൂ. നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാകും. പിന്നെ ബിലാലും കൂട്ടുകാരും വെറുതെ അങ്ങ് ചുറ്റിക്കറങ്ങാൻ പോയതൊന്നല്ല കേട്ടോ. പുലർച്ചെ രാവിലെ പള്ളിയിലേക്ക് പോയതായിരുന്നു കൂട്ടുകാരുമൊത്ത്. പടച്ചറബ്ബവന് മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വേറൊരു മരണമുണ്ടായിരിക്കുന്നത് കണ്ണൂർ സിറ്റി സ്വദേശിനിയായ പാറക്കണ്ടി മുസ്തഫ മൻസിലിലെ ഷമീം മാജിദ ദമ്പതികളുടെ മകൾ സുഹയാണ് മരണപ്പെട്ടത്. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുടുംബം ഇന്ന് തീരാ വേദനയിലാണുള്ളത്. ഈ റമളാൻ മാസം കഴിയാൻ ആ പൊന്നുമോള് കാത്തുനിന്നില്ല. നല്ലൊരു മാസം തന്നെ പടച്ചറബ് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർ പടച്ചറബിലേക്കാണ് മടങ്ങിയത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അവരുടെ മനസ്സമാധാനത്തിന്. നമ്മൾ അറിയാതെ കടന്നു വരുന്നതാണ് ക്യാൻസർ പോലുള്ള മാരകമായ രോഗം. നമ്മളറിയാതെ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലായിരിക്കും നമ്മൾ അറിയുക നമുക്ക് ഇങ്ങനെ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട് എന്ന്. പടച്ചറബ് ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പടച്ചറബ് ഈ ഒരു മാസത്തിൻ്റെ ഫളില് കൊണ്ട് അവർക്കൊക്കെ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. അവർക്ക് സന്തോഷമുള്ളൊരു ജീവിതം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ കുടിവെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് റബ്ബേ. അവരുടെ രോഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കണേ റബ്ബേ. ഒന്ന് സന്തോഷത്തോടെ കിടന്നുറങ്ങിയിട്ട് ഒരുപാട് കാലമായ ഒരുപാട് ആൾക്കാരുണ്ട് റബ്ബേ. അവരുടെയൊക്കെ രോഗം എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മരണപ്പെട്ടു പോയ സുഹ എന്ന 19 വയസ്സുകാരിക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പുണ്യ റമളാനിൻ്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മുഹമ്മദ് ബിലാൽ എന്ന പൊന്നുമോൻ നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ചെറിയ മോനാണ് റബ്ബേ. ആ പൊന്നുമോന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ.
ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. നിന്റെ ഭവനമായ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് റബ്ബേ നിന്റെ വിളി വന്നതും റബ്ബിൻ്റെ അടുത്തേക്ക് വന്നതും. പഠിച്ച റബ്ബേ, നീ മഹഫിറത്തും അർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പൊന്നുമോൻ്റെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.